സ്തോത്രം. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ് മോദമേറുന്നേ. കഷ്ടത പട്ടിണിയില്ലാത്ത രാജ്യത്തിലെന്നു ചേരുമോ രാജപുരോഹിതരായവരവി വാസം ചെയ്യുവേ. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ് മോദമേറുന്നു. സ്തോത്രം. വിശുദ്ധ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനം. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ അവിടെ കാണുകയില്ല. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വഴിയുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലൂടെ കേൾക്കുവാൻ ഇടയായത്. അത് ഒരു പെരുവഴിയാണ്, അവിടെ പെരുവഴിയും ഉണ്ടാകും. ഹല്ലേലൂയ. ഈ വഴി നമ്മുടെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയം ഇടുങ്ങിയിരുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും നിനക്ക് ഇടുക്കമായിരിക്കും. വിശുദ്ധമായി ജീവിക്കുക എന്നത് നിനക്ക് ഇടുക്കവും ബുദ്ധിമുട്ടും ഉള്ളതായി തീരുന്നു. അത് ഏറ്റവും വിശാലമായ വഴി. എന്തുകൊണ്ടെന്നാൽ ഒരശുദ്ധനും അതിൽ കൂടി കടക്കുകയില്ല. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകാത്ത വഴിയാണ്. ഭോഷന്മാർക്ക് പോലും ആ വഴി തെറ്റുകയില്ലെങ്കിൽ ആ വഴി വളരെ എളുപ്പ വഴി ആയിരിക്കും. എന്നിരുന്നാലും ലോകജ്ഞാനികൾ ഈ വഴിയിലൂടെ നടക്കുവാൻ പരിശ്രമിച്ചാൽ അവർക്ക് വഴി തെറ്റുവാൻ സാധ്യതയുണ്ട്. നീ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു ഭോഷനായി തീരുന്നില്ലെങ്കിൽ ഒരിക്കലും വിശുദ്ധ വഴി അറിയുവാനോ അതിൻ്റെ വില മനസ്സിലാക്കുവാനോ താങ്കൾക്ക് സാധ്യമല്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആകയാൽ അത് ഏറ്റവും സുരക്ഷിതമായ വഴി ആയിരിക്കും. ഒരു കാട്ടുമൃഗമോ ഭയപ്പെടുത്തുന്ന മറ്റ് യാതൊന്നുമോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ടും ഇത്ര സുരക്ഷിതമായ വിശുദ്ധ വഴി ചില ദൈവമക്കൾ തിരഞ്ഞെടുക്കുന്നില്ല. ഈ ലോകവും അതിൻ്റെ ഇഷ്ടവും അനുസരിച്ച് ജീവിക്കുവാനായി ലോകത്തിന്റെ വഴികളെ മനുഷ്യർ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഈ വഴിയിലൂടെ നടക്കുവാനുള്ള അവകാശമുള്ളൂ. അതിനാൽ ഈ വഴി അതിപവിത്രമായ വിശുദ്ധ വഴിയാണ്. ഉല്ലാസഘോഷമുള്ളവരും നിത്യാനന്ദ തലമേലുള്ളവരുമായ ജനങ്ങൾ ഈ വഴിയിലൂടെ നടക്കുന്നതിനാൽ ഇത് ഏറ്റവും സന്തോഷകരമായ വഴി ആയിരിക്കും. ഈ വഴിയിലൂടെ നാം യേശു കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് മറ്റുള്ളവർ പാടുന്നത് കേട്ടുകൊണ്ടും നാം നടക്കുന്നു. നമ്മുടെ മേലിരിക്കുന്നത് സാധാരണ ആനന്ദമല്ല, നിത്യാനന്ദം. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ലാത്തതായ നിത്യാനന്ദമാണ് അവർ അനുഭവിക്കുന്നത്. യഥാർത്ഥ സന്തോഷം യഥാർത്ഥ വിശുദ്ധ ജീവിതത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അത് സ്വർഗത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായ സിയോനിലേക്കുള്ള വഴി ആയതിനാൽ ഏറ്റവും അനുഗ്രഹപ്പെട്ട വഴി ആയിരിക്കും. ദൈവത്തിന്റെ വിശുദ്ധിയെ നീ സ്നേഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ സിയോനിലേക്കുള്ള ആ വിശുദ്ധ വഴിയെ ഒരു പെരുവഴിയായും വിശുദ്ധമായ വഴിയായും എളുപ്പമായും സുരക്ഷിതമായ വഴിയായും അതിപവിത്രമായ വഴിയായും ഏറ്റവും സന്തോഷകരമായ വഴിയായും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴിയായും നിനക്ക് കാണുവാനായി കഴിയുന്നു. ആകയാൽ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. ഈ വിശുദ്ധ വഴിയിലേക്ക്, ദൈവം നൽകുന്ന നിത്യജീവന്റെ വഴിയിലേക്ക് നാം കടക്കണം എങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ
യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ നിത്യജീവനിലേക്കുള്ള ഈ വിശുദ്ധ വഴിയിലേക്ക് സഞ്ചരിക്കുവാനായി കഴിയുകയുള്ളൂ. ആയതിനാൽ നാളുകളിൽ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി കുരിശിൽ യാഗമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിത്യ നരകത്തിൽ നിന്ന് താങ്കൾക്കും രക്ഷ പ്രാപിക്കുവാനായി കഴിയും. ആയതിനാൽ ഇന്നാളുകളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ താങ്കൾ ഭാഗ്യവാനായി തീരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ കൽപ്പനകൾ കേട്ട് അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ആയതിനാൽ ഇന്നാളുകളിൽ ഈ യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കുക, നല്ല മനസ്സൊരുക്കം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന നാഥാ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുകൊണ്ടുള്ള സകല കുറവുകളും സകല പാപവും ക്ഷമിക്കണമേ. യേശുവിൻ്റെ രക്തം സകല പാപവുമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനം പോലെ കർത്താവേ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണമ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, യേശുവിൻ്റെ മാർവിൽ ചാരി ഓരോ ദിനവും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അടിയങ്ങളെല്ലാം ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. സകലരും നിത്യജീവനിലേക്ക് ഈ വിശുദ്ധ വഴിയിലേക്കുള്ള യാത്രയിലായിരിക്കുവാൻ ദൈവം സഹായിക്കണം. കർത്താവേ, സുരക്ഷിതമായ പവിത്രമായ ഈ പെരുവഴിയല്ല, ലേലുയ അമ്മ, നിത്യ നരകത്തിലേക്കുള്ള വഴിയല്ല, വിശുദ്ധ വഴിയിലേക്ക് തന്നെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണം. സ്വർഗീയ സമാധാനത്തോടെ കാണപ്പെടുവാൻ ദൈവം സഹായിക്കണം. സകലരും നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൽ. ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം.